യു എയിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് നെക്സ്റ്റ്? എന്ത് ഇൻപുട്ടാ സാറിന് കൊടുക്കാനാണ്? യു എ മാത്രമല്ല, ആക്ച്വലി ഗൾഫ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ദുബായ് എന്ന് പറയുന്നത് പറയുമെങ്കിൽ കൂടി ദുബായിൽ അല്ലെങ്കിൽ ഈ പറയുന്ന GCC അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ പാരന്റ്സ് ഇപ്പോൾ അവരുടെ LKG മുതൽ ക്ലാസ് തുടങ്ങി 12th കഴിയുമ്പോഴാണ് ഇനി വാട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക്. ഒരു ഓപ്ഷൻ എങ്കിൽ ദുബായിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ദുബായിൽ തന്നെ ബാക്കിയുള്ള പഠനങ്ങൾ ചെയ്യാം. അതിലേക്ക് ആവശ്യമുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസിന്റെ ദുബായ് ക്യാമ്പസുകൾ മിഡിൽ ഈസ്റ്റിൽ അവൈലബിൾ ആണ്. എസ്പെഷ്യലി ദുബായ്, റാസൽ ഖൈമ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. ഇനി അതല്ല, തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിൽ ബേസിക്കലി അവരുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കാനുള്ള ഓപ്ഷൻസും അവരുടെ കയ്യിലുണ്ട്. ഇതിൽ ഇന്ത്യയിലത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് എൻട്രൻസ് എക്സാമുകളുണ്ട്. അത് ഇന്ത്യൻ നാഷണൽസിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നോൺ ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ തന്നെ SRM പോലത്തെ യൂണിവേഴ്സിറ്റികൾ, VIT അല്ലെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, MIT, അതുപോലെ തന്നെ സിംബയോസിസ്, മണിപ്പാല്, അങ്ങനത്തെ വലിയ യൂണിവേഴ്സിറ്റികൾ, ഒരു ഓൾമോസ്റ്റ് ഈക്വലൻ ടു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ സ്റ്റാൻഡേർഡിലുള്ള യൂണിവേഴ്സിറ്റികൾ. അവരുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയും വളരെ ഹൈ എൻഡ് ആണ്, പ്ലേസ്മെന്റും വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ വിടാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇന്ത്യൻസിന് മാത്രമല്ല നോൺ ഇന്ത്യൻസിനും അപ്ലിക്കബിൾ ആണ്. ഇനി ദുബായിൽ നിന്ന് മാത്രമല്ല, UAE മുഴുവനായിട്ടും, ദുബായ്, അബുദാബി, ഷാർജ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, പിന്നെ GCC അതായത് ഗൾഫ് സെക്ടർ, മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് അവിടെ നിന്നുള്ള കുട്ടികൾക്കും ബേസിക്കലി ഈ കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് എലിജിബിൾ ആണ്. ഈ JEE പോലത്തെ എൻട്രൻസ് എക്സാംസിന്റെ when is the right time to apply? യെസ്, അതെല്ലാം ഇന്ത്യൻ സ്റ്റുഡൻസിനെല്ലാം നമ്മളൊരു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നോക്കി, കാരണം അത് തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ എൻട്രൻസ് ടെസ്റ്റും എൻ്റെ എക്സാമുകളും ഡെഡ് ലൈൻസും നമ്മളൊക്കെ ഉള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വീഡിയോ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത GCC സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ധാരാളം യൂണിവേഴ്സിറ്റികൾ അവിടെ അവൈലബിൾ ആണ്. അതിൽ ഈ പറയുന്ന നമുക്ക് ഏറ്റവും അടുപ്പുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ DMUന്റെ ഒരു ക്യാമ്പസ് ഉണ്ട്, ഡി മോൺഫോർട്ടിന്റെ ക്യാമ്പസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു എനിക്കറിയാം. അപ്പം എനിക്കൊന്ന് മിഡിൽ സെക്സിന്റെ ഒരു ക്യാമ്പസ് അവിടെ ഉണ്ട്, ഹെരിയോ വാർഡിന്റെ ഉണ്ട്, കനേഡിയൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റികൾ അവിടെ അവൈലബിൾ ആണ്. അപ്പം ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യമല്ല, കുറെ വർഷങ്ങളായിട്ടുള്ള വോളോങ്ങോങ് ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റി, കേർട്ടൺ യൂണിവേഴ്സിറ്റി, ഇതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള ഓപ്പറേഷൻസും നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ദുബായിൽ അല്ലെങ്കിൽ ഗൾഫിലുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുട്ടികളെ വിദേശത്തേക്കോ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടാതെ അവരെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെ കിട്ടുവാണ്. പക്ഷേ ചില പാരന്റ്സ് വിചാരിക്കും +2 കഴിഞ്ഞതല്ല, ഇനി കുട്ടികൾക്കൊന്ന് ഇൻഡിപെൻഡന്റ് ആവണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ബേസിക്കലി മറ്റുള്ള ഓപ്ഷൻസിലേക്ക് വിടുന്നതിനും ചിന്തിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും ദുബായിൽ ക്യാമ്പസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഈ പറയുന്ന ബിറ്റ്സ് പിലാനിയാണ് എനിക്കുണ്ടെങ്കിൽ ആക്ച്വലി വളരെ നേരത്തെ എനിക്കുണ്ടെങ്കിൽ മണിപ്പാലിന്റെ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്. അത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ എഡ്യൂക്കേഷൻ ദുബായ്, മണിപ്പാൽ വളരെ നല്ലതാണെന്ന് നമുക്കറിയാം, ബിറ്റ്സ് നമുക്ക് നല്ലതാണെന്ന് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞെങ്കിൽ ദുബായിലത്തെ ക്യാമ്പസിൽ അവിടുത്തെ എഡ്യൂക്കേഷനും വളരെ നല്ലതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. സിംബയോസിന്റെ ക്യാമ്പസുകൾ അവിടെയുണ്ട്, MITയുടെ ക്യാമ്പസുകളുണ്ട്. അതൊക്കെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളാണ്. പക്ഷെ അവർ ദുബായിലും അവർ ക്യാമ്പസ് വെച്ചിട്ട് അവർ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് വർത്ത് ഡൂയിങ് ഇറ്റ്. കാരണം ഈ യൂണിവേഴ്സിറ്റി ഒക്കെ ഇന്ത്യയിലത്തെ കോളേജിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ എൻട്രൻസ് എക്സാമും കുറച്ച് ഡൊണേഷൻ കൊടുക്കേണ്ടി വന്നേക്കാം. അതേസമയത്ത് ദുബായിലത്തെ ക്യാമ്പസിലാണെങ്കിൽ അവർക്ക് വേറെ എൻട്രൻസ് എക്സാമുകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് ഈസി ആയിട്ട് ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് കൂടിയുണ്ട്. അതെ. ഇപ്പൊ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ഇനി നമുക്ക് ദുബായ് ബേസ്ഡ് യൂണിവേഴ്സിറ്റീസ് അവിടെ ഉണ്ടല്ലോ. ദുബായ് ഇപ്പൊ എഡ്യൂക്കേഷൻ ഹബ്ബായി മാറി. ഞാൻ ദുബായ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഒരു UAE എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നതാണ് കേട്ടോ. ദുബായ് എന്നുള്ളത് മാത്രമല്ല, ഞാൻ കുറെ ദുബായിൽ ഉണ്ടായിരുന്നു. അതായത് ദുബായ് എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് വായിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറയുന്ന അജ്മാൻ യൂണിവേഴ്സിറ്റി, റാസൽ ഖൈമ യൂണിവേഴ്സിറ്റി, അലൈൻ യൂണിവേഴ്സിറ്റി, അബുദാബി യൂണിവേഴ്സിറ്റി, ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഈ കോളേജ് ഇവിടെയൊക്കെ ഒരു നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈവൻ MBBSന്റെ പോലും ഈ പറഞ്ഞ പോലെ ഗൾഫ് മെഡിക്കൽ കോളേജിലൊക്കെ ഒരു MBBSന്റെ അഡ്മിഷൻ, അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ ഇതിനൊക്കെ MBBSന്റെ അഡ്മിഷനും അവർ അവിടെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതെ, ഫാർമ ഏരിയ ഉണ്ടല്ലോ അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുന്നത്. സ്പീച്ച് ലാംഗ്വേജ് അതെ, സ്പീച്ച് ലാംഗ്വേജ്. ദുബായ് ഫാർമ ഫോർ ഗേൾസ് ഉണ്ട്, അജ്മാൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇങ്ങനത്തെ തെറാപ്പി കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ കോഴ്സുകളും ഈ കുറേയധികം ഓപ്ഷൻസ് ദുബായിൽ ഇപ്പം അവർ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പല കോളേജുകളിലും നമുക്ക് ഒരു പക്ഷേ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ
നമുക്ക് മോർണിംഗ് ടൈമിൽ പഠിച്ച് ഈവനിങ്ങിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. മോർണിംഗ് ടൈം വർക്ക് ചെയ്ത് മോർണിംഗ് ടൈമിൽ വർക്ക് ചെയ്തിട്ട് ഈവനിങ്ങിൽ നമുക്കൊരു 6 to 9 ഈവനിങ്ങിലൊക്കെ കോളേജിൽ പോകുന്ന സംഭവങ്ങളൊക്കെ ദുബായിലുണ്ട്. സോ ദുബായ് ഈസ് ആക്ച്വലി പ്രൊമോട്ടിംഗ് ലോട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ നൗ. ഇന്ത്യയിലുള്ള പോലെ ഡിപ്ലോമ പ്രോഗ്രാം ഓപ്ഷൻസ് അത് ദുബായിൽ അല്ലെങ്കിൽ UAE അവൈലബിൾ ഉണ്ട്. ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളും പോലത്തെ കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഒരു പക്ഷേ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒരു വലിയ ബാച്ചിലേഴ്സ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ വേണ്ട, അവർക്കൊരു ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളൊക്കെ മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെസ്റ്റ് പോലത്തെ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രിക്സ് ഇമ്പീരിയൽ കോളേജുകളിൽ അങ്ങനത്തെ കോളേജുകളിലൊക്കെ വളരെ ഒരു വർഷത്തെ കോഴ്സുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവിടെ ആക്ച്വലി എമിറേറ്റ്സ് ഏവിയേഷന്റെ അതിൽ ഏവിയേഷൻ ഇപ്പോൾ ദുബായിലുള്ള പല കുട്ടികളുടെയും ഒരു ഡ്രീമാണ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുക, എയർപോർട്ടിന്റെ ഉള്ളിൽ പോവുക വരിക, എയർപോർട്ടിൽ ടാഗ് ഇടുക എന്നൊക്കെ പറയുന്നത്. അത് അങ്ങനത്തെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോഴ്സുകളും ബേസിക്കലി ദുബായ് എമിറേറ്റ്സ് ഏവിയേഷന്റെ എമിറേറ്റ്സിന്റെ തന്നെ സ്ഥാപനം തന്നെയാണ് അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകളും അതൊക്കെ ഏകദേശം ഒരു കൺഫേംഡ് ജോബാണ്, എയർപോർട്ടിൽ തന്നെ ജോലി കിട്ടുന്ന. എനിക്ക് തോന്നുന്നു എയർ അറേബ്യയും ഇപ്പൊ അങ്ങനത്തെ അതെ എയർ അറേബ്യ കൊടുക്കുന്നുണ്ട്. എയർ അറേബ്യയ്ക്കുണ്ടെങ്കിൽ പൈലറ്റിംഗിന്റെ കോച്ചിങ് കൊടുക്കുന്നത്, അത് എമിറേറ്റ്സിനും ഉണ്ട്. പൈലറ്റ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുമുള്ള കോച്ചിങ് അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച്, പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അതുപോലെ തന്നെ ടെറ്ററിന്റെ കോഴ്സ് കൂടി വരുന്നുണ്ട്. ടെറ്റർ എന്നുള്ള അതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതിൽ 100% സ്കോളർഷിപ്പും അവർ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എലിജിബിൾ ആയിട്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് ഒരു ക്ലാസ് റൂം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ബിയോണ്ട് ദ ക്ലാസ് റൂം എന്നാണ് അവർ തന്നെ പറയുന്നത്. ക്ലാസ് റൂമിൽ ഇരിക്കേണ്ട എക്സാമുകളില്ല. നമുക്ക് ബേസിക്കലി സ്വന്തമായിട്ട് നമുക്ക് എന്താണോ ഇഷ്ടം, ഫാഷൻ ഡിസൈനിങ് ആണോ, കുക്കിംഗ് ആണോ, വാട്ട് എവർ യു ലൈക്ക്, യു വാണ്ട് ടു ഡു എ ബിസിനസ് ലേറ്റർ ഓൺ, എന്താണ് താങ്കൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ എങ്കിൽ ആ പ്രൊഫഷൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി തരുന്നതാണ് നോ ക്ലാസ് റൂംസ്. അവർ ആക്ച്വൽ ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ഇട്ട് തരും. നിങ്ങൾ ആക്ച്വലി ബിസിനസ് റൺ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഇൻ 1 country, 7 countries ഓൾ അറൌണ്ട് ദ വേൾഡ്. അപ്പം ടോട്ടലി ഡിഫറെന്റ് അപ്രോച്ച് ആണ്. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് ഫിനിഷ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് 7 രാജ്യം നിങ്ങൾക്ക് ബിസിനസ്സുമായിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു വേറൊരു രീതിയിൽ തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടെറ്റർ എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് അത് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഇത് 7 രാജ്യങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും അവിടെ ബിസിനസ് ഇട്ട് കൊടുക്കുകയും എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു എഫേർട്ടും ഇൻവെസ്റ്റ്മെന്റും അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകളും ക്ലാസ് റൂമിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷൻസും ദുബായിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UAE ഇൻടേക്സ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ യൂറോപ്പ് പോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻടേക്സ് ആണോ? അതെ, മേജറായിട്ട് ഈ പറയുന്ന ഇൻടേക്ക് സെപ്റ്റംബറിൽ തന്നെയായിരിക്കും മേജറായിട്ട് ഇൻടേക്ക് ഉണ്ടാക്കേണ്ടായിരിക്കുക. പിന്നെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ജനുവരി ഫെബ്രുവരി മാസം ഒരു ചെറിയ ഇൻടേക്ക് കൂടി ഉണ്ട്. പക്ഷേ ജനറലി സ്പീക്കിംഗ് ഒരു UG സ്റ്റുഡൻസിന്, അതായത് +2 കഴിഞ്ഞിട്ട് ഒരു ബാച്ചിലേഴ്സ് പ്രവേശന കുട്ടികളാണ് ദുബായിലേക്ക് കൂടുതലും പഠിക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കുക. അവരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ +2 അവർ ഏകദേശം മാർച്ചിൽ കഴിയുന്നു. അവരുടെ നെക്സ്റ്റ് സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. ആ സെപ്റ്റംബർ സമയത്ത് തന്നെയാണ് അഡ്മിഷൻസ് കൂടുതൽ നടക്കുന്നത്. ജനുവരിയിൽ നടക്കുന്നത് കുറച്ച് കോളേജുകളും യൂണിവേഴ്സിറ്റികളും മാത്രമേ നടത്തുന്നുള്ളൂ. പിന്നെ ദുബായിലേക്ക് പോകാനുള്ള വേറൊരു അട്രാക്ഷൻ പല കുട്ടികൾക്കും കണ്ടെത്തില്ലെങ്കിൽ നമുക്ക് വിസ ഡോക്യുമെന്റേഷൻ ഒന്നും ഇഷ്യൂസ് ഇല്ല. നമുക്ക് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ITR വേണ്ട, ഷോ മണി വേണ്ട, അങ്ങനത്തെ തലവേദനകളൊന്നും വേണ്ട. കോളേജ് അടക്കമുള്ള ഫീസ് മാത്രം ഉണ്ടായാൽ മതി. അതും പകുതി ഫീസ് അടച്ചത് പോവാം. അങ്ങനെയുള്ള കുറച്ച് ടൈമും കുറവാണ്. പിന്നെ ഒരു വലിയൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഇന്ത്യയിൽ നിന്ന് ദൂരത്തേക്ക് മാറിപ്പോയി എന്നുള്ള പ്രശ്നമില്ല. എപ്പോ വേണമെങ്കിലും നാട്ടിലേക്ക് വരാം. അപ്പം ദുബായ് ഇസ് ബിക്കമിങ് എഡ്യൂക്കേഷൻ ഹബ്. ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെ.